ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്ലോ സ്പീഡിൽ ഹൈഡ്ലി സ്പീഡിൽ നിൽക്കുന്നുണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കയറ്റി ചെക്ക് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പെട്രോളിൻ്റെ ലീക്ക് സ്മെല്ലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി ചെക്ക് ചെയ്തിരുന്നു. നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗത്താണ് ചെക്ക് ചെയ്തായിരുന്നു. കാർബറേറ്ററിൻ്റെ ഭാഗത്തുള്ള ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അത്. അതിൻ്റെ ഈ സ്ലോ ജെറ്റ് നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം. അതുപോലെ തന്നെ കാർബറേറ്റർ ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചൊന്ന് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഒരു പെട്രോളിൻ്റെ സ്മെല്ല്, അതിൻ്റെ സ്മെല്ല് കാണിച്ചത് ഈ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കാർബറേറ്ററിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ ഭാഗത്ത് കൂടെ പെട്രോൾ ലീക്ക് വരികയായിരുന്നു. അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യണ ഭാഗത്ത് ഇവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്യണ ഭാഗമാണ്. ഇതിന് ത്രെഡില്ല. ഈ രണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യണ ഭാഗത്ത് നമുക്ക് കാർബറേറ്ററായിട്ട് ത്രെഡില്ല ഇതിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ മാറ്റുക, അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഒരു ബോൾട്ട് ചെറിയൊരു സ്ക്രൂ നെട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്ത് തൽക്കാലം ലീക്കില്ലാത്ത രീതിയിൽ ആക്കിയെടുക്കാം. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റിക്കളയേ മാർഗമുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്യൂലിൻ്റെ ഈ പൈപ്പ് നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. ഓക്കെ, പിന്നെ വേറെ ഇതൊന്നുമില്ല. നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.